വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ്? അവരെയും കൊണ്ടൊക്കെ യാത്ര പോകാറുണ്ടോ? വരാറുണ്ട്. പുള്ളിക്കാർക്ക് ഇങ്ങനെ യാത്ര വലിയ ഇഷ്ടമല്ല, പെരയ്ക്കകത്തിരിക്കണം, പുറത്ത് പോകുന്നു, അങ്ങനെ അങ്ങ് വരാൻ. അവാർഡിന് പോയിട്ട് പോലും എൻ്റെ കൂടെ വന്നില്ല. കുട്ടികൾക്ക് കുട്ടികൾ അവർ വരും. പേരെന്താണ് കുട്ടികളുടെ? അനഘ, മൂത്താള്, ഇളയാള് അനുജ. പിന്നെ അവർക്ക് പിന്നെ സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ വലിപ്പം ഉണ്ട്. എവിടെ ചെന്നാലും എന്നയുടെ മകളിൽ ഒന്ന് തിരിച്ചറിയുന്നുണ്ട് അവർ ഇപ്പോഴേ. കുറേ നാൾ മുമ്പ് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും എല്ലാം തിരിച്ചറിയും. ഇപ്പോൾ ട്രെയിനകത്ത് വന്നപ്പോൾ തന്നെ എല്ലാം തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ. ഇന്നാളല്ലേ എന്ന് വന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് വൈകിപ്പോയി എന്നൊരു തോന്നലുണ്ട്. ഇത് കുറേ നാൾ മുമ്പ് വേണ്ടിയിരുന്നു ഇപ്പം തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നന്ദഗോതം ഭജൻസ് ഇല്ലായിരുന്നെങ്കിലും ഈ സാധനം അറിയപ്പെടത്തില്ല, നമ്മളറിയപ്പെടത്തില്ല. അത് കഴിഞ്ഞാണ് ആൾക്കാർ പിന്നെ എൻ്റെ കുറേ പഴയ ഇൻ്റർവ്യൂകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് വേണ്ടി താങ്കൾ 3 പാട്ട് ചെയ്തു. 4ാമത്തെ പാട്ട് ഇപ്പോൾ ചെയ്തു വെച്ചത്. അതെ. പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, പ്രേക്ഷകരോടാണ് പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ മൂവിക്ക് വേണ്ടി, അത് ഒരു ഷോർട്ട് മൂവി ആയിരുന്നു, റിലീസായി. എനിക്ക് ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 10ാമത്തെ മിനിറ്റ് ഞാൻ ഉദ്ദേശിച്ച അതേ രാഗം പുള്ളി എനിക്ക് പാടിക്കേൽപ്പിച്ചു. പിന്നെ അടുത്ത ദിവസം റെക്കോർഡിംഗ് ആയിരുന്നു. അത് അൻവർ സാദത്ത് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗായകനാണ്, പിന്നണി ഗായകൻ. താങ്കൾ അൻവർ സാദത്തുമായിട്ട് ഭയങ്കര അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നാണ് എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തത്. ഒറ്റ വിളിയിൽ തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് അദ്ദേഹം സ്റ്റുഡിയോയിലെത്തി. അന്ന് തന്നെ റെക്കോർഡ് കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ തിരിച്ചും പോയി. എൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര താല്പര്യമാണ്. ബഹുട്ട എപ്പോൾ ഉണ്ടെങ്കിലും വിളിച്ചേക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ഭയങ്കര സന്തോഷം നമ്മുടെ പാട്ടിന്. ഇപ്പം തന്നെ അവരുടെ ഈ ഒരു 10 ഏക്കർ എന്നൊരു മ്യൂസിക് ബാൻഡുണ്ട്. അതിൻ്റെ തീം സോങ് എൻ്റെ പുള്ളി പാടുന്ന. അത് ഈ നമ്മുടെ സ്റ്റീവൻ ദേവസെ കിടപ്പോലും അൻവരെ നീ ആ പാട്ട് പാടാം, എന്നിട്ട് പുള്ളി കൊണ്ട് പാടിച്ചിട്ടേ അതുള്ളൂ തുടങ്ങുന്നത്. പാട്ടിങ്ങനെ: പാറക്കടവിലെ പെണ്ണേ തെക്കെ ചായക്കടയിലെ പെണ്ണേ, പാറക്കടവിലെ പെണ്ണേ തെക്കെ ചായക്കടയിലെ പെണ്ണേ, പാലപ്പം ദാ എൻ്റെ പൊന്നെ കട്ടൻ കാപ്പിയനത്തൻ്റെ കണ്ണേ, പാലപ്പം ദാ എൻ്റെ പൊന്നെ കട്ടൻ കാപ്പിയനത്തൻ്റെ കണ്ണേ, അത്തിന്തോ തിന്താരാ തിനതിന്തോ തിന്താര, അത്തിന്തോ തിന്താര തിന്തിന തിന്തിന തിന്താര, ഇങ്ങനെ സാധനം. പിന്നെ വേറെ നമ്മുടെ നാടിനെ കുറിച്ച് പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു, പള്ളിക്ക് പോണേ പകലേ പോകണം. അത് നമ്മളുടെ പാട്ടാക്കി. അപ്പോൾ കുറച്ച് ഈയിടെ നാട്ടിൽ എഴുതിയതുണ്ട്, നമ്മളുടെ ബാക്കി അതിനകത്ത് എഴുതിയിട്ട്: പള്ളിക്ക് പോണേ പകലേ പോണം, പകലേ പോയാൽ മാത്രം പോരാ, 4 എപ്പോഴും കൂട്ടിനു വേണം, കൂട്ടിനൊരു തമ്പിഴച്ചവൻ വേണം, പള്ളിക്കലപ്പോ ഉന്തോ തള്ളോ ഒന്നൂടുന്തിയ പള്ളിക്കലെത്താം. ഇങ്ങനെ സാധനമുണ്ട്. ഇതൊക്കെ ബാബുചേട്ടൻ അപ്പോഴെടുത്ത ടൂണാണോ അതോ ഇങ്ങനെ പഠിച്ച് ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ മ്യൂസിക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ്. മ്യൂസിക് നല്ലൊരു മ്യൂസിക് വരുമ്പോഴത്തേക്ക് അതിന് പറ്റിയ വരികൾ നമ്മൾ അന്നേരം ഉണ്ടാക്കുക. ഉണ്ടാക്കുന്നത് കുത്തിരുന്ന് എഴുതുമല്ല, ഇതാരെങ്കിലും വിളിച്ച് പറയുന്നത് ഇങ്ങനെ പാട്ട് വേണമെന്ന് പറയുമ്പോൾ അല്ല, നമ്മൾ മെനക്കെട്ട് വരെ എഴുതിയിട്ടൊരു കുറേ കവിതകളൊക്കെ ഇരുന്ന് ഇങ്ങനെ നെഞ്ച് പിടിഞ്ഞ് എഴുതിയിട്ടുള്ളതല്ലാതെ എഴുത്തിന് അങ്ങനെ താല്പര്യം കൊടുത്തിട്ടില്ല. ആവശ്യക്കാർ പറയുമ്പോൾ എഴുതുന്നതേ ഉള്ളൂ, ഒരു യന്ത്രത്തിൻ്റെ കൂട്ട്. ഇപ്പോൾ സാറ് പറഞ്ഞാൽ സാറിൻ്റെ മനസ്സുകളെ എനിക്ക് എഴുതി തരാൻ പറ്റത്തുള്ളൂ. എന്തായാലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇനി വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ബാബു നാരായണൻ എന്ന മഹത്തായ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് നമ്മുടെ ഈ വേദിയിൽ വന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ തോന്നിയതിലും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിലും അദ്ദേഹത്തോട് ഒരുപാട് നന്ദി. സന്തോഷം സാറേ, ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിച്ചതിന്. സാർ വിളിക്കാൻ വരാതിരിക്കാൻ പറ്റത്തില്ല, 2-3 ടൈം പറ്റിച്ച്. അത് തിരക്കൊണ്ട്, അല്ലാതെ മനഃപൂർവ്വമല്ല. കുഴപ്പമില്ല. ശരി, എല്ലാവരും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണായി വരേണം പാദം, കാണായി വരേണം പാദം, എണാങ്ക ചൂട സദാകാലം, കാണായി വരേണം പാദം, എണാങ്ക ചൂട സദാകാലം, കണി നേരം
പിരിയാതെ മരുന്ന കാണി നേരം പിരിയാതെ മരുന്ന ഏണമിഴിയാളോടൊന്നിച്ചു സന്തതം കാണായി വരേണം പാദം ഗണാംഗ ചൂട സദാ കാലം. വൻപുലിത്തോൽ ഉടയാടയും ചാർത്തി വൻപുലിത്തോൽ ഉടയാടയും ചാർത്തി അൻപോടു നിൻ തിരുമേനി വൻപുലിത്തോൽ ഉടയാടയും ചാർത്തി അൻപോടു നിൻ തിരുമേനിയിൽ തുമ്പയും പാമ്പു എലുമ്പുമശേഷമാ തുമ്പയും പാമ്പു എലുമ്പുമശേഷമായി ചാമ്പലണിഞ്ഞ ശരീരമോടൊന്നിച്ചു തുമ്പയും പാമ്പു എലുമ്പുമശേഷമായി ചാമ്പലണിഞ്ഞ ശരീരമോടും കാണായി വരേണം നിൻ പദം യണാംഗ ചൂട സദാ